ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ 10 ലക്ഷമായി ഉയർത്തുന്നതിനും 70 കഴിഞ്ഞവർക്ക് സൗജന്യ പരിരക്ഷ ഉറപ്പാക്കാനും ആലോചിക്കുമ്പോഴാണ് കേരളത്തിൽ മരിച്ചവർക്ക് വരെ ക്ഷേമ പെൻഷൻ നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവർക്ക് വരെ അടൂർ നഗരസഭയിൽ നിന്നും ക്ഷേമ പെൻഷൻ നൽകുന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. മരിച്ച 32 ഗുണഭോക്താക്കളുടെ പേര് പെൻഷൻ രജിസ്റ്ററിൽ നിന്നും നഗരസഭാ അധികൃതർ ഇനിയും നീക്കം ചെയ്തിട്ടില്ല. ഇതുവഴി സർക്കാരിന് 4.18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. മരിച്ചവരുടെ പേര് പെൻഷൻ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ച സംഭവിച്ചതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ചിലർ മാസങ്ങളോളവും മറ്റു ചിലർ വർഷങ്ങളോളവും പെൻഷൻ തുക കൈപ്പറ്റി കഴിഞ്ഞു. നഗരസഭയിൽ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെൻഷൻ റദ്ദാക്കണമെന്നതാണ് നിയമം. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ഇത് സംഭവിച്ചിട്ടില്ല. ഇതോടെ ഇവരിൽ ചിലർക്ക് മാസങ്ങളോളവും മറ്റു ചിലർക്ക് വർഷങ്ങളോളവും പെൻഷൻ തുടരുകയാണ്. ഇത്തരം അക്കൗണ്ടുകൾ യഥാസമയം കണ്ടെത്തി പേര് നീക്കം ചെയ്തിട്ടില്ല. ഇതുവഴിയുള്ള നഷ്ടം നഗരസഭാ സെക്രട്ടറിയിൽ നിന്ന് ഈടാക്കണമെന്നാണ് സർക്കാർ നിയമം. വിശദീകരണം ആരാഞ്ഞ് വകുപ്പിന് കത്തും നൽകിയിട്ടുണ്ട്. മരണശേഷവും പെൻഷൻ തുക നൽകിയ 3 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു മരിച്ചത്. അതേസമയം മരണവിവരം അനന്തരാവകാശികൾ യഥാസമയം നഗരസഭയെ അറിയിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അനർഹമായി നൽകിയ തുക അനന്തരാവകാശികളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുമാണ് നഗരസഭ അധികൃതർ പറഞ്ഞിരിക്കുന്നത്.